തിരിച്ചോ കൈസ് റോഡിയൊക്കെ നോക്കുമ്പോ അടിച്ചിട്ട് നമ്മുടെ റോഡിയൊക്കെ നോക്കണം. ഹലോ ഗൈസ്, വിഷൻ ബ്രോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മളിന്നൊരു ഇന്തോനേഷ്യൻ മെയ്ഡ് റോഡ് പരിചയപ്പെടുത്താൻ പോവാണ്. റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് ഏറ്റവും നമ്മുടെ ഫോസിലിന്റെ അൾട്ടിമ എന്ന് പറഞ്ഞ റോഡ് ഗൈസ്. ഈ ഒരു റോഡ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി പുതിയതായിട്ട് തുടങ്ങിയ ടാക്കിൾ സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പം നമ്മളെടുത്ത റോഡിന്റെ ഡീറ്റെയിൽ പറയുകയാണ് ഗൈസ്. നമ്മളിവിടെ എടുത്തേക്കുന്ന ഫോസിലിന്റെ അൾട്ടിമ C702 MH ആണ്. MH എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഹെവി ആക്ഷൻ വരുന്ന ഒരു റോഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം. സംഭവം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിലൊക്കെയാണ് സംഭവം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. ഞാൻ ഈ റോഡിന്റെ ബഡ് സെക്ഷൻ തൊട്ട് ടോപ്പിലെ ഗൈഡ് വരെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയും. ഇതാണ് നമ്മുടെ ബോട്ടം സെക്ഷൻ വരുന്നത്. ഇവിടെ തന്നെ ഇതിന്റെ പേര് ഫോസിൽ നിന്ന് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ്, ഇത് കണ്ടില്ലേ അൾട്ടിമ എന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റിംഗ് വെയിറ്റും അത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റോഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ ടെക്നോളജിയാണ് ഗൈസ്. ഇന്തോനേഷ്യ മേഡായതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇവത്തി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ബഡ് സെക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് ബഡ് സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ബഡ് സെക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ ഫിനിഷിങ് കണ്ടില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വലുപ്പില്ല എന്ന് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുട്ടിലിടിക്കത്തില്ല. അതോടൊപ്പം നമുക്ക് വള്ളത്തിലൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഗൈസ് ഈ ഒരു തം ഗ്രിപ്പും പിന്നെ നമ്മുടെ റിയൽ സീറ്റിംഗുമാണ് ഗൈസ്. തം ഗ്രിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് കണ്ടോ, സാധാരണ നമ്മുടെ റോഡിലൊക്കെ ഒരു സിംഗിൾ ഗ്രിപ്പാണ് നമുക്ക് റോഡിൽ വരുന്നത്. പക്ഷേ ഈ ഒരു റോഡിൽ കണ്ടോ 2 ഗ്രിപ്പ് വരുന്നുണ്ട്. അതായത് നമ്മുടെ കൈ കയറി ഇങ്ങനെ റോഡുമായിട്ട് ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനെ നമ്മുടെ റോഡിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. സ്നേക്ക് ഹെഡൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ഒരു ഓപ്ഷനാണ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഗൈസ് ഈ ഒരു റിയൽ സീറ്റിംഗ് ആണ് ഗൈസ്. ഇന്തോനേഷ്യ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു റോഡിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു റിയൽ സീറ്റിംഗ് കണ്ടില്ല, നല്ല രസമുണ്ട്. അതോടൊപ്പം തന്നെ ഗൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാരണ ഈ റിയൽ സീറ്റിംഗിൻ്റെ ഈ ലോക്കിംഗ് സിസ്റ്റം നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫൈബർ ഗ്ലാസോ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും വരിക. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ റിംഗ് ആണ് ഗൈസ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ഊരിപ്പോവുക അല്ലെങ്കിൽ ഇളകി വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു റോഡിൽ ഉണ്ടാവത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു നല്ല സീറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ റോഡിൽ വരുന്ന നല്ല ക്വാളിറ്റി ഗൈഡും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലത്. ഈ ഒരു ഗൈഡാണെങ്കിലും പിന്നെ നമ്മുടെ റോഡിൻ്റെ മേലോട്ടുള്ള ഫുൾ ഗൈഡാണെങ്കിലും നല്ല കിടിലം ഗൈഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. നമ്മുടെ റോഡിൻ്റെ മെയിൻ കളർ കോമ്പിനേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറാണ് വരുന്നത്. നമുക്ക് നേരെ അതിൻ്റെ ടോപ്പ് സെക്ഷൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടോപ്പ് സെക്ഷൻ ഇതാണ് വരുന്നത് കണ്ടില്ലേ. നല്ല രസമുള്ള നല്ല ആക്ഷൻ ഉള്ള ഒരു മീഡിയം ഹെവി ടോപ്പ് സെക്ഷനാണ് ഗൈസ് ഈ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ടോപ്പ് സെക്ഷനിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഗൈഡുകളുടെ തൊട്ട് പുറകിലായിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് നമ്മുടെ റോഡ് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ആക്ഷൻ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ് ഗൈസ്. നമ്മുടെ ഇൻട്രോ കണ്ടില്ലേ, അത് കണക്കത്തെ ഒരു കിഡിലെ ആക്ഷനാണ് ഗൈസ് ഈ ഒരു റോഡിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ റോഡിൻ്റെ വെയിറ്റ് വരുന്നത് വെച്ചാൽ വെറും 130 ഗ്രാമിന് താഴെയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ സ്നേക്ക് ഇട്ട് പിടിക്കാൻ പോകുന്നവർക്ക് നല്ലൊരു ഗുഡ് ചോയ്സ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-2500 ഇടയിലാണ്. അപ്പം ഈ ഒരു റോഡ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡ് കിട്ടിയ മീൻ്റെ വീട്ടിലോട്ട് നേരെ പോകും. മോനെ അങ്ങനെ നമ്മുടെ പോയിസണിൽ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റോഡിൽ ഫസ്റ്റ് മീനെ കിട്ടി. പോയിസണിൽ 2 ഹുക്കും കിട്ടിയിട്ടുണ്ട്. കിടില ഹുക്കത്ത് കുറുമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് മീൻ നമ്മൾ കിട്ടാൻ പറ്റാക്കിയിട്ട് ഒരു കാക്കിൽ വരുന്നത്.
എണ്ണ ധാരാളം ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ മീനും കിട്ടിയിട്ടുണ്ട് പോയിസണിൽ. എല്ലാം കിട്ടുന്ന മീഡിയം സൈസ് വരാമല്ലോ കേട്ടോ. ഐസിൽ നമ്മൾ നമ്മളുടെ കണ്ണ് പോയി ഗൈസ്. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ യെസ്. എടാ മോനെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വരാല്. അടുത്തതിനെ കിട്ടി. അയ്യോ, എത്ര നാൾ കൂടിയിട്ടാന്നറിയോ മീനെ കിട്ടുന്നത്. ഒരു മാസം. ഞങ്ങളവിടെ ഫുള്ള് വെള്ളമായുണ്ട് മീൻ അടിക്കത്തില്ല. റോഡ് ഏതാ തോടേതാന്ന് അറിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വരല്. പോയിസണില് കിട്ടിലടിയായിരുന്നു കേട്ടോ. കേട്ടോ ഉണ്ടല്ലേ, മൂന്നെണ്ണമായി. ഒരു ചെറുതിനെ കിട്ടി. അടിച്ചടിച്ചടിച്ച് നമ്മുടെ ഇന്നത്തെ നാലാമത്തെ വരാല്. നമ്മുടെ ഇന്നത്തെ നാലാമത്തെ വരാല്. സെറ്റ് സാധനം പോയിസൺ. ഗൈസ്, നമുക്കൊരു ഉപ്പ് വരായിരുന്നു മിസ്. യെസ്, അടിച്ചടിച്ചു അടിച്ചോ ഗൈസ്. റോഡ് നിൽക്കുന്നുണ്ടോ കേട്ടോളിയോ, എന്നാ സാധനം വരാല് ഗൈസ്. മാന്താ പോയിട്ട് സൈസ് കണ്ടോ മച്ചി, ഹെവി ആയിട്ട് ഗൈസ്, ഹെവി വരാല് ഗൈസ്. ഇത് കണ്ടോ, ഹെവി എന്ന് പറഞ്ഞ ഇജാതി ഹെവി. ഇല്ലമ്മ പോകത്തില്ല, ചൂണ്ട കൊളുത്തിട്ടേക്കല്ലേ, അതുകൊണ്ട് സീനില്ല. ഇത് കണ്ടോ, ഇവൻ്റെ ബഡ് സെക്ഷനെക്കാട്ടിലും എന്തായാലും ഒരു 1 കിലോ 1.5 കിലോ പ്ലസ് വരുന്ന ഹെവി സാധനം. ജായിന്റ് സാധനം, ജായിന്റ് മോന്താ. നമുക്ക് എന്തായാലും ഇവനെ ചാക്കിനകത്ത് ഇടാം. അമ്മച്ചി കണ്ടോണ്ടിരിക്കോ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അടി.
സിമെന്റ് ചാക്കിലിട്ട് കഴിച്ചു. ഫസ്റ്റ് മീൻ നമുക്ക് എന്തായാലും ഇങ്ങനെ ചാക്കിലിട്ട് വെക്കാൻ മതി. പോയിസൺ, റിയൽ പോയിസണേ. എൻ്റെ അളിയ മപ്പായിട്ട് ചാക്കൊന്നും എടുത്തില്ല. ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇത് തന്നെ ഹെവി. കൂലിയോടെ ഉണ്ടോ? അത് ഫ്രോഗ് വീണ പേടിച്ചു പോയി. വലിയ എന്തോ ആയിരുന്നു. എൻ്റെ അളിയാ, ചിലപ്പോ ഇറങ്ങി വന്ന് അടിക്കൂ. ഓ എന്തോടെ ഫ്രോഗ് വീണ അടിച്ചു തെറിപ്പിച്ചിട്ട് ഒരു പോക്കടാ. ഈ തെളിവില് ആ ഇതിനകത്ത് തെളിവ് കിട്ടിയ അടി ഉറപ്പാ. മീൻ അവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല പെരുത്ത മീനാണ്, അത് കുഞ്ഞു സാധനമൊന്നും കയറി അടിക്കത്തില്ല. അത്യാവശ്യം നല്ല സാധനമാണെങ്കിൽ കയറി അലക്കും. അടിച്ചെടുത്തിട്ട് യെസ് ഗൈസ്, നമ്മുടെ റോഡ് വയ്ക്കുന്നുണ്ടോ? ഗൈസ് എൻ്റെ ഒളിയ കയറിയാ മതിയായിരുന്നു. ഇങ്ങോട്ടോ പിടി അങ്ങനെ പിടിക്കില്ലേ. ഹെവി എന്ന് പറഞ്ഞ ഹെവി സാധനം കഴിച്ച് അണ്ണ റെക്കോർഡല്ല. അണ്ണ റെഡ് നോക്കിയേ, അണ്ണ ഇങ്ങോട്ട് നോക്ക്, റെഡ് കത്തുന്നില്ലേ? എന്റെ മോനെ ഗൈസ്, റോഡ് നമ്മളെ കണ്ടാലും ഫോസിൽ ഒരു രക്ഷയില്ലാത്ത റോഡ് കേട്ടോ. സീസാണ് എന്റെ കളിയോ ഒക്കെ കേട്ടോ സാധനം. ഞാൻ പറഞ്ഞില്ല അണ്ണ അവിടെ ഒരു സാധനം ഉണ്ട്, അത് പോയിട്ടില്ല. കൊച്ചനെ ഒരു കിടക്കുന്ന കേട്ടോ, അവൻ്റെ ഒരു കാലിന് നീളമുണ്ട്. വിറയ്ക്കുന്നു ഞാൻ. ഫോസിൽ നമ്മൾ സാധനം കേട്ടിട്ടുണ്ട് കേട്ടോ, ഹെവി സാധനം. എടാ എൻ്റെ ലിബ്രിപ്പർ മിസ്സായി പോയെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, അവലെ കണ്ടത് വന്നത് മുതലായല്ലോ. എന്തും താങ്ക് സെറ്റ്. ഇത് കണ്ടോ കഴിച്ച്? എടാ റോഡ് അതൊരു വീഡിയോ എടുത്തു തരുമോ? ആ ചേട്ടൻ അവിടെ മായം തിരിഞ്ഞൊക്കെ നോക്കുന്നു. എന്നാ അത് വന്നോളൂ എന്റെ തല തന്നെ കണ്ടില്ലോ. ഇത് വേണം താഴെ കട. എന്റെ ആളിയാ അപ്പൊ സാധനം. എടാ എനിക്കൊരു വീഡിയോ എടുത്തു തരും, എനിക്കാണ്. അപ്പൊ കഴിച്ച് നമുക്ക് ഈ മീനെ കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗമില്ല. അവസാനം പെട്ട് നമ്മൾ എന്നിട്ട് തുണി പൊതിഞ്ഞെടുക്കുക.
അവിടെ മോന്തേക്ക് അടിക്കുമോ മീനെ? ഡിക്കിയിലൊക്കെ വളച്ച് ബൈക്ക് നമ്മൾ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. Try again, share again. So yes, this is fish on. Guys, fish on. Boss, come on. പിന്നല്ല എവിടെ അമ്മ? അപ്പോൾ കുറച്ച് നേരം ലേറ്റ് എടുത്ത് ഇത് കണ്ടോ, നമ്മുടെ ബ്രൈഡ് ചെറുതായിട്ടൊന്ന് ബ്രേക്കായി. അവിടെ പോയി നമ്മളതിന് പൊക്കി കേട്ടത് ഹെവി പറഞ്ഞ കിടിലൻ ചെറിയ എൻ്റെ ഇടയാ രണ്ടാമത്തെ സാധനം. നമ്മൾ നീന്തി പോയെടുത്ത് അത്ര സെൻറ്ററിലോട്ട് നീന്തി പോയെടുത്ത് എൻ്റെ അവസ്ഥ കണ്ടോ, കിടിലൻ ചെറുപ്പി. നമ്മുടെ ഇവിടുന്ന് രണ്ടാമത്തെ മീൻ ഇത് കണ്ടത് നമ്മുടെ സിവൽ വരെ ബ്രേക്ക് ആയിട്ടുണ്ട്. നൈസ് സാധനം. നമ്മൾ ക്യാമറ കൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ താന്ന് പോയാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങാനാ കേട്ടോ. ഇതാരും അനുകരിക്കരുത്, സീസാനത്. പൈസ നമ്മളിത് ഹുക്ക് റിമൂവ് ചെയ്യണം അവൻ്റെ വായന. കിടിലൻ ചെറുമീൻ കേട്ടോ, എൻ്റെ അളിയ മപ്പെന്ന് പറഞ്ഞ മപ്പ്. നമ്മുടെ പോയിസൺ. ഉയ്യോ, കിടിലൻ ഹുക്കപ്പ് കേട്ടോ, ചുമ്മാ അല്ല, അത്ര വലിച്ചിട്ട് ബ്രൈഡ് കൂട്ടിപ്പോയി. ഇതേ fish on. ഉയ്യോ, തിരിച്ചില്ല. ോ ഇതെന്നാ സാധനം, പെരുമ്പാമ്പ്. ലുക്ക് അറ്റ് ദി സൈസ് ഗൈസ്, ഇറ്റ്സ് ബിഗ്ഗർ. എന്തായാലും 2 kg ആണ് സൈസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന തോന്നുന്നു. നമ്മുടെ അയ്യോ റോഡ് എൻ്റെ അമ്മ ഗൈസ്, നിങ്ങളിത് നോക്കിയത് നമ്മുടെ ബഡ് സെക്ഷനും അതും തമ്മിൽ തന്നെ സൈസ് നോക്കിയോ. ഹെവി സാധനം, ഹെവി വരാറ്. എന്തായാലും ഒരു 2 kg കൺഫേം. അമ്മേ ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. അതെ നമ്മളെ പോയിസണിലാണ് കിട്ടിയ കേട്ടോ, കിടില ഹുക്കപ്പ്, കിടില മീൻ.
എന്താളിയ സീനായിട്ട് നേരെയാണ് നമ്മുടെ സഞ്ചിയിലത്തോട്ട്